تصلنا عين آثاره سيوفه وشعره وبردته وأدواته صلوات الله وسلامه عليه. ഈ നിർദ്ദേശങ്ങളുടെ ആധികാരികത ചോദ്യം ചെയ്യുന്നവരോട് ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ പ്രധാനപ്പെട്ട ഹദീസ്, ഈ ഹദീസിനെ സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇത് നമുക്ക് ലഭിച്ചത്? ഇത് ലഭിച്ചതിന്റെ വഴികൾ എങ്ങനെയാണ്? അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള ബറക്കത്തെടുക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ ആധാറുകൾ അവയെല്ലാം ലഭിച്ചത് എങ്ങനെയാണ്? ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ولماذا وزع رسول الله صلى الله عليه وسلم شعره على الصحابة في حجة الوداع؟ وما هي الحكمة من ذلك؟ لا شك أنه للبركة والاقتناء. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യവും കൂടി ഞാൻ അവരോട് ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു ഹജ്ജ് വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മുടി കളയുമ്പോൾ അത് ജനങ്ങൾക്കൊന്നായിട്ട് വിതരണം ചെയ്യാൻ ഇത്രമാത്രം ശുഷ്കാന്തി കാണിച്ചത് എന്തിനാണ്? ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു വസ്തുത അത് മറ്റൊന്നുമല്ല, ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അതുകൊണ്ട് ബറക്കത്തെടുക്കട്ടെ, അതിനുള്ള അവസരം അവരുടെ മുന്നിൽ തുറക്കപ്പെടട്ടെ എന്ന ലക്ഷ്യമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. ونقل عن الإمام أحمد أنه كانت لديه شعرات من شعر النبي صلى الله عليه وسلم يتبرك بها. لا شك أنه وجود الشهرة من الأسانيد الشفهية، حيث كانت عمدتهم صدق الخبر من أهل كل عصر، فعمدتهم وعمدة من قبلهم حدثني وأخبرني أو سمعت أو وجدت أهل العلم يعملون كذا أو يقولون كذا. വിശ്വാസയോഗ്യരായ പണ്ഡിതന്മാർ, വിശ്വാസയോഗ്യരായ തങ്ങളുടെ കൂട്ടുകാർ എനിക്ക് ലഭിച്ചു എന്നോ ഞാനത് പറയുന്നത് കേട്ടു എന്നോ എന്നോട് ആരെങ്കിലും വിശ്വാസയോഗ്യരായ ആളുകൾ പറഞ്ഞു തന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് മതിയായിരുന്നു പൂർവ്വകാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക്. അതുകൊണ്ടല്ലേ മദ്ഹബിന്റെ ഇമാമികളിൽ പ്രസിദ്ധനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് തന്റെ പക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുടി സൂക്ഷിപ്പുണ്ട് എന്ന് പ്രഖ്യാപിച്ചതും അതുകൊണ്ട് താൻ ബറക്കത്തെടുക്കാറുണ്ട് എന്ന കാര്യം ലോകത്തോട് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതും. إن كانت هذه طريقة إثبات أصل من أصول التشريع، فكيف لا يثبت بالنقل من الثقات نسبة شيء إلى رسول الله صلى الله عليه وسلم؟ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ ഹദീസിൽ വരെ വിശ്വാസയോഗ്യരായ ആളുകൾ പറഞ്ഞത് മറ്റുള്ളവർ കൈമാറി വരിക എന്ന രീതി സ്വീകാര്യമാണ് എങ്കിൽ ആധാറിനെ സംബന്ധിച്ച് മാത്രം വിശ്വാസയോഗ്യരായ ആളുകൾ പറഞ്ഞാൽ പോരാ, അവർ തന്നാൽ പോരാ എന്നുള്ള നയം എവിടെ നിന്നുണ്ടായതാണ് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. وإلا فكيف توافر للإمام أحمد رضي الله عنه العلم القطعي بأن تلك الشعرات الشريفة التي كان يتبرك بها كانت من شعر سيد الخلق صلى الله عليه وآله وصحبه وسلم، وبينه وبين النبي صلوات الله وسلامه عليه قرنان من الزمان. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗം കഴിഞ്ഞ് 2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തന്റെ കൈവശം ഒരു തിരുശേഷിപ്പുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുണ്ട് എന്ന് പറഞ്ഞു വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, അഹ്മദ് ബിൻ ഹംബൽ ഏത് ശാസ്ത്രീയ രീതിയാണ് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണ് എന്ന് ഉറപ്പിക്കാൻ പരീക്ഷിച്ചത് എന്ന് ചോദിക്കാനാണ്. إن آثار النبي صلى الله عليه وسلم في بقاع كثيرة من العالم، وأكثر ما أستطيع الجزم به اليوم حسب علمي ما هو موجود لدينا في الخزانة الخزرجية للآثار النبوية الشريفة، ومنها ما هو موجود في تركيا رأيته بعيني وتبركت منه، كما تبرك منه المنصور أسطورة العصر والزمان الشيخ زايد بن سلطان آل نهيان، وتبرك به سيد الوالي الإمام الشيخ محمد الخزرجي رحمهم الله جميعا.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകൾ ലോകത്തെ എവിടെയോ ഒന്നോ രണ്ടോ മൂലകളിൽ മാത്രമല്ല, ലോകത്ത് പല സ്ഥലങ്ങളിലുമുണ്ട്. ഉദാഹരണമായി ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ഖിസാനത്തുൽ ഖസ്റജിയയിൽ തിരുശേഷിപ്പുകളിൽ വളരെയധികം സാധനങ്ങൾ ഉണ്ട്. മാത്രമല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, തുർക്കിയിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകൾ വളരെ വ്യക്തമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ആ തിരുശേഷിപ്പുകൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മാത്രമല്ല, തറക്കത്തെടുത്തു എന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, യുഎഇയുടെ മുൻ പ്രസിഡന്റ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ ഖഫറല്ലാഹു ലഹു, ആ മഹാനായ ഭരണാധികാരി തുർക്കിയിൽ ചെന്നുകൊണ്ട് ആ തിരുശേഷിപ്പുകൾ കാണുകയും അവ തറക്കത്തെടുക്കാൻ ഉപയോഗിക്കുകയും ചെയ്തു. മാത്രമല്ല, എന്റെ പിതാവ് മഹാനായ മുഹമ്മദുൽ ഖദ്റജി അവ കാണുകയും അവ കൊണ്ട് തറക്കത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. كما تبرك أعضاء الوفد الرسمي من أصحاب السمو الشيوخ والوزراء وأصحاب الفضيلة العلماء. كان ذلك في شهر أغسطس من عام 1983. 1983 യുഎഇ ഗവൺമെന്റ് നിയോഗിച്ച ഔദ്യോഗിക ഗവൺമെന്റ് സംഘം തുർക്കിയിൽ ചെന്നപ്പോൾ ആ സംഘത്തിലുണ്ടായിരുന്ന ഭരണാധികാരികളും മന്ത്രിമാരും മാത്രമല്ല വിശ്വോത്തര പണ്ഡിതന്മാരും അവരൊക്കെ ആ ആസാർ നബി കൊണ്ട് ബറക്കത്തെടുത്തിരുന്നു എന്ന കാര്യവും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. في ذلك اليوم البهيج أخرجت فيها البردة الشريفة للتبرك بالنظر إليها. كما أن هناك في تركيا صور لملوك ورؤساء من العالم العربي والإسلامي وهم يتبركون بالبردة الشريفة. അന്ന് തുർക്കിയിൽ ചെന്നപ്പോൾ ഈ ഔദ്യോഗിക സംഘത്തിന് മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ചിരുന്ന ആ വിലപ്പെട്ട അമൂല്യമായ പുതപ്പെടുത്തു കൊടുക്കുകയും അവരെല്ലാവരും അത് ബറക്കത്തിന് വേണ്ടി നോക്കുകയും തൊടുകയും സ്പർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. 1983 ഈ സംഭവം. كما أنني تبركت بالآثار الشريفة الموجودة في المشهد الحسيني في مصر، ويوجد من الآثار الشريفة في المغرب والهند والباكستان ولبنان. അതേപോലെ തന്നെ ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കൈറോയിലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ദർഗയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരുപാട് അമൂല്യമായ ആ ഷായറുകൾ, അവിടുത്തെ നിർദ്ദേശങ്ങളും മറ്റുമടങ്ങുന്ന ശേഷിപ്പുകൾ ഞാൻ നേരിട്ട് കാണുകയും ലോക മുസ്ലിമീങ്ങളോടൊപ്പം അതിൽ നിന്ന് ബറക്കത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലും പാകിസ്ഥാനിലും ലോക മുസ്ലിമീങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ചില സ്ഥലങ്ങളിൽ ഇത്തരം തിരുശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. وتعتبر الخزانة الخزرجية للآثار النبوية الشريفة أكبر خزانة تضم الآثار النبوية الشريفة، وما تزيد خزانة اسطنبول إلا بالسيوف النبوية وسيوف بعض الصحابة رضوان الله عليهم. وإلا عندنا من الذخائر العجيبة ما جعل المسلمين يأتون للتبرك بالآثار النبوية الشريفة لمنزلنا في أبو ظبي من كل أنحاء الدنيا، لا سيما في احتفال مولد الشريف الذي نقيمه تحت إشراف الساحة الخزرجية، أو احتفال غسل الضفائر النبوية الشريفة والذي يقام في موعد ثابت وهو ليلة 23 من رمضان من كل عام. ഞങ്ങളുടെ പക്കലുള്ള ഖിസാനത്തുൽ ഖസ്റജിയയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ട ഏറ്റവും വലിയ സ്ഥലമാണ് എന്നാണ്. ഒരു പക്ഷേ തുർക്കിയിലാണ് കൂടുതലുള്ളത് എന്ന് ചിലർക്കൊക്കെ സംശയമുണ്ടാകും. എന്നാൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാളും അതേപോലെ തന്നെ ചില സഹാബാക്കളുടെ വാളുകളും കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ള തിരുശേഷിപ്പുകൾ മാത്രം വിലയിരുത്തുന്ന പക്ഷം ഞങ്ങളുടെ ഖിസാനത്തുൽ ഖസ്റജിയയിലാണ് ഇവ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അബൂദാബിയിൽ ഞങ്ങളുടെ വീട്ടിൽ സദാ വരികയാണ്. പ്രത്യേകിച്ച് റമദാൻ 23-ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിമീങ്ങൾ തബറുക്ക് എടുക്കാൻ വേണ്ടി അബൂദാബിയിലെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. إن سبق وأن حدثتكم عن صحة إثبات انتقال الآثار
بالأدلة الشفهية، فإنني أؤكد لكم أن جميع الآثار النبوية الشريفة الموجودة في الخزانة الخزرجية وآثار الصحابة رضوان الله عليهم وساداتنا من أئمة أهل البيت الأطهار كلها لها أسانيد ووثائق نحتفظ بها موقعة من العلماء الذين شهدوا انتقالها من مورث لوارث ومن واهب لموهوب له. നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ കൈവശം തിരുശേഷിപ്പുകളുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. എന്നാൽ നിങ്ങൾ ഒരു കാര്യം കേൾക്കണം. ആ തിരുശേഷിപ്പുകൾക്കൊക്കെ വ്യക്തമായ സനദുകളും വ്യക്തമായ വസായിപ്പുകളും വ്യക്തമായ സർട്ടിഫിക്കറ്റുകളും എല്ലാം ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് മാത്രമല്ല, ലോകപ്രസിദ്ധരായ പണ്ഡിതന്മാർ അവയൊക്കെ പരിശോധിച്ച് അവയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. شهد علماء كل فترة على صحة نسبة تلك الآثار وشهرتها عند تلك الأسر التي توارثتها كابرا عن كابر من فترات متقدمة، ويخلو تاريخ بعض تلك الأسانيد والوثائق إلى زمن مولانا الغوث الأعظم سيدنا عبد القادر الجيلاني قدس الله سره، وإلى فترات قريبة من تلك الحقبة. പ്രസ്തുത തിരുശേഷിപ്പുകളുടെ രേഖകളിൽ വളരെ വ്യക്തമായി കാണുന്ന ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ആരൊക്കെ അവ കൈവശം വെച്ച് വന്നിരുന്നോ അവർക്കൊക്കെ ആരിൽ നിന്നാണോ അത് ലഭിച്ചത് അവരിൽ നിന്ന് വ്യക്തമായി നേരിട്ട് ലഭിച്ചതാണ് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ഉണ്ടായിരുന്നു. ആ രേഖകളിൽ ചിലത് ബഹുമാനപ്പെട്ട തങ്ങളുടെ കാലഘട്ടത്തിലേക്കും അതുപോലെ അതിന്റെ തൊട്ടടുത്ത കാലഘട്ടത്തിലേക്കും എത്തുന്ന പരമ്പരകളാണ്. وكما سبق ومنذ سنين أن أكدنا استعدادنا لاستقبال كل باحث أراد الاطلاع على تلك الوثائق أو رؤية خصائص الشعر النبوي الشريف عن كثب، إلا أنه لم يأتنا أحد لهذا الغرض. وعندما سمعت بوجود المنكرين المخالفين للآثار النبوية الشريفة ولصحة نسبة الشعرة المباركة الموجودة عند فضيلة الشيخ أبي بكر أحمد في بلد تشرف بنور الإسلام في عهد سيدنا محمد صلى الله عليه وآله وصحبه وسلم، فاستفسرت عن هويتهم وانتسابهم، ثم راسلت زعيمهم عن طريق البريد الإلكتروني، أخبرته بأن مثل هذه الأمور والخلافات توجد الفتن بين المسلمين، ويجب علينا ونحن من بيوت علم عريقة أن نجلس ونتباحث في الأمر ونطلعه أو من يمثله على الأسانيد والوثائق التي بحوزتنا ليتبين الحق بدل تشتيت الصفوف. മറ്റൊരു കാര്യവും കൂടി നിങ്ങൾ ഗൗരവപൂർവ്വം കേൾക്കണം. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ തിരുശേഷിപ്പുകളെ സംബന്ധിച്ച് ആർക്കെങ്കിലും വല്ല സംശയമുണ്ട് എങ്കിൽ അവരെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അവർക്ക് വേണ്ടതായ എല്ലാ രേഖകളും നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പലവട്ടം പറഞ്ഞിരുന്നു. പക്ഷേ എന്റെ ആ അഭ്യർത്ഥന മാനിക്കാനോ അത് ചെവിക്കൊള്ളാനോ ആരും തയ്യാറായില്ല. മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ദീനുൽ ഇസ്ലാം വന്ന പുണ്യഭൂമിയാണല്ലോ നിങ്ങളുടെ കേരളം. ഈ കേരളത്തെ സംബന്ധിച്ച് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു വസ്തുത, ഫളീലത്തുൽ ശൈഖ് അബൂബക്കർ ഞാൻ ആ പുണ്യ തിരുദേശങ്ങളിൽ നിന്ന് ഒരു കേശം കൊടുത്തപ്പോൾ ഈ നാട്ടിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ദീനുൽ ഇസ്ലാം എത്തിയ ഈ നാട്ടിൽ ആ തിരുശേഷിപ്പിനെ എതിർക്കാൻ താണ്ടവത്തെ ചീത്ത പറയാൻ കുറെ ആളുകളുണ്ട് എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞപ്പോൾ ഇവരാരാണ്, ഏത് പാർട്ടിക്കാരാണ്, ഇവരേത് വിഭാഗമാണ് എന്ന് ഞാൻ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ അവരുടെ നേതാവാരാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു.
ബന്ധപ്പെട്ടപ്പോൾ ഇമെയിൽ മുഖേന ഞാൻ അവരോട് ബന്ധപ്പെട്ടു. ഞാൻ ആ നേതാവിനോട് പറഞ്ഞു, നിങ്ങളുടെ അനുയായികളെ ഫിത്നയുണ്ടാക്കുന്നതിൽ നിന്ന് നിങ്ങൾ തടഞ്ഞു നിർത്തണം. ആ നേതാവിനോട് വ്യക്തമായി ഞാൻ പറഞ്ഞു, അനുയായികൾ കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ അവർ നിങ്ങൾ തടഞ്ഞു നിർത്തണം. ഇവരുടെ നേതാവിനോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പക്ഷേ അദ്ദേഹം അതിന് ഒരക്ഷരം മറുപടി പോലും പറഞ്ഞിട്ടില്ല. وطلبت منه أن يكفى اتباعه عن إثارة الفتنة وتحقير الآثار النبوية الشريفة، إلا أنه لم يرد علي حتى هذه اللحظة لا إيجابا ولا سلبا، بل استمر أتباعه بالمهاترات وإحداث البلبلة كما سمعت. ومن باب النصح لجمع كلمة المسلمين وخدمة الآثار النبوية الشريفة، فإنني أؤكد اليوم تلك الرغبة، وأن بيتنا في أبو ظبي مفتوحا لاستقبال كل راغب للتبرك بالآثار النبوية الشريفة أو الاطلاع على الخصائص والتي هي عندي أهم وأبلغ من الأسانيد، وكذلك الاطلاع على الأسانيد والوثائق لأهل العلم والباحثين. തിരുശേഷിപ്പുകളെ നിന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ അനുയായികൾ അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ, മുസ്ലിങ്ങളുടെ ഐക്യം നിങ്ങളുടെ അനുയായികൾ മുഖേന തകർക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ആ നേതാവിനോട് പറഞ്ഞു, അനുയായികളെ കണിഞ്ഞാനിടുക. നിങ്ങൾ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ എന്റെ വീട്ടിൽ വരിക എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഞാനിപ്പോഴും ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്, അബുദാബി എന്നത് ഈ ഭൂലോകത്ത് തന്നെയല്ലേ? അവിടെ വരെ നിങ്ങളൊന്ന് വരാൻ തയ്യാറാകുക. ഞാൻ ഇതിന് വേണ്ട മുഴുവൻ രേഖകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. വളരെ വ്യക്തമായി ഇത് സംബന്ധമായ മുഴുവൻ തർക്കങ്ങളും തീർക്കാൻ നിങ്ങൾ ആരെങ്കിലും മനസ്സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ വരണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ നേതാവോ അദ്ദേഹത്തിന്റെ പ്രതിനിധികളോ കാമായെന്നോ മറുപടി പറയാൻ തയ്യാറായില്ല. وقريبا إن شاء الله تعالى سيصدر كتابنا المسمى الآثار النبوية في الخزانة الخزرجية، وفيه كتاب الأربعين الخزرجية في بركة الآثار النبوية الشريفة، وسيحتوي الكتاب على جل الأسانيد والوثائق عبر الأزمنة المختلفة. ഈ രേഖകളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചിട്ടും ആരും വരാത്ത സ്ഥിതിക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഖസ്റജി ശേഖരത്തിലുള്ള മുഴുവൻ ആധാറുകളെ സംബന്ധിച്ചും വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ അൽ-ആഥാറുൻ നബവിയ്യ ഫിൽ ഖിസാനത്തിൽ ഖസ്റജിയ്യ, ഖസ്റജി ട്രഷറിയിലെ ഈ തിരുശേഷിപ്പുകൾ എന്ന അർത്ഥം വരുന്ന പുസ്തകം വളരെ അടുത്ത് തന്നെ ഇറങ്ങാൻ പോകുകയാണ്. ആ പുസ്തകത്തിൽ ഇൻഷാ അല്ലാഹ് ഈ തിരുശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും രേഖകളും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യവും കൂടി നിങ്ങളെ ഉണർത്തും. وهنا نستشهد بقصة لأحد أركان علم الحديث، أحد كبار علماء الهند الأعلام والعالم الإسلامي. قال العلامة الإمام ولي الله الدهلوي المتوفي عام 1762 ميلادي في كتابه الدر الثمين في مبشرات النبي الأمين صلى الله عليه وسلم عن قصة والده الشيخ العلامة عبد الرحيم الدهلوي المتوفي عام 1718، يقول أن والده وهو صغير مرض ذات مرة مرضا شديدا وطال عليه المرض ويأس من الحياة، فبينما هو كذلك إذ أخذته غفوة رأى فيها نفسه أمام شيخه عبد العزيز وهو يقول له: يا بني، ها هو رسول الله صلى الله عليه وسلم يأتي إليك عائدا، ولعله يقدم إليك من الجهة الخلفية لسريرك، فحاول أن لا تكون قدماك أمام حضرة الرسول
വിഷയമായി ഞാൻ നിങ്ങൾക്കൊരു സംഭവം കൂടി ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഹദീസിന് ഏറ്റവും കൂടുതൽ വലിയ സംഭാവന ചെയ്ത പണ്ഡിതനാണല്ലോ വലിയുല്ലാഹി ദഹ്ലവി എന്ന വലിയ പണ്ഡിതൻ. ആ വലിയ പണ്ഡിതൻ തന്റെ എന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. തന്റെ പിതാവായ അബ്ദുറഹീം ദഹ്ലവി കുട്ടിക്കാലത്ത് വളരെ കരശലായ രോഗബാധിതനായി. അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ച് കുടുംബക്കാരും ബന്ധുക്കളുമെല്ലാം ഇനി തങ്ങളുടെ ഈ കുട്ടി ജീവിച്ചിരിക്കില്ല എന്ന് ഉറപ്പിച്ച സമയത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പിതാവിന് ഒരു പ്രത്യേക അവസ്ഥ സംജാതമാകുകയാണ്. ആ അവസ്ഥയിൽ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമെന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് ഇദ്ദേഹത്തിന് ഉണർത്തുകയാണ്. അതേ സുഖമില്ലാത്ത കുട്ടിയോട് പിതാവ് പറയുകയാണ്, മോനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ രോഗം കാണാൻ വരുന്നുണ്ട്, കട്ടിലിന്റെ പിൻഭാഗത്തു കൂടെ ആയിരിക്കും വരിക, അതുകൊണ്ട് മോനെ കാല് തിരിച്ചുകൊണ്ട് നീ കിടക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നിന്റെ കാല് വീഴാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മകനോട് ഉപദേശിക്കുകയുണ്ടായി. فقال فشعرت بالتحسن في حالتي وأشرت بالرأس للحاضرين أن يغيروا وجه السرير. وقدم رسول الله صلى الله عليه وسلم وقال كيف حالك يا بني؟ قال فأصبحت لا أملك نفسي وغالبتني الدموع وغشيتني حالة لا توصف من الرقة وأخذني الرسول الكريم في حضنه فكانت لحيته المباركة تتدلى على رأسي وبكيت حتى بلت جبة الرسول صلى الله عليه وسلم ثم بدأت تعود حالتي إلى الهدوء شيئا فشيء. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ വരുന്നു എന്നുള്ള വിവരം എന്റെ പിതാവ് അറിയിച്ചപ്പോൾ ആ വാർത്ത കേട്ടപ്പോൾ തന്നെ എനിക്ക് വലിയ ശാന്തിയും സമാധാനവും തോന്നി. പക്ഷേ വളരെ പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് ഞാൻ കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയും എന്നെ മടിയിലിരുത്തുകയും ചെയ്തപ്പോൾ എനിക്ക് അടക്കാൻ പറ്റിയില്ല. കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചിറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ധരിച്ചിരുന്ന ആ ജുബ്ബ മുഴുവൻ നനയുകയുണ്ടായി. പിന്നീട് കുറേശ്ശെ കുറേശ്ശെ പഴയ അവസ്ഥയിലേക്ക് ഞാൻ മടങ്ങിക്കൊണ്ടിരുന്നു. يقول الشيخ ومر بخاطري إن كنت أتمنى منذ زمن أن أحصل على بعض شعره المبارك فيا ليت لو يخصني بهذه المكرمة الآن. وعرف الرسول صلى الله عليه وسلم ما كان بخاطري فمسح يده المباركة على لحيته وناولني شعرتين مباركتين وبشرني بالصحة وطول العمر. فذهب المرض في الحال وطلبت السراج لأبحث عن الشعرتين المباركتين فلم أجدهما فتوجهت إلى الله تعالى ثم غفوت فجاء الرسول الكريم مرة ثانية في رؤياي وقال تجلد يا بني واعقل لقد تركتهما جنب مخدة رأسك. അബ്ദുറഹീം ദഹ്ലവി തുടർന്ന് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്രയും അടുത്ത് കിട്ടിയപ്പോൾ എന്റെ മനസ്സിൽ ആ പഴയ സ്വപ്നം വീണ്ടും ഉയർത്തെഴുന്നേറ്റു. അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യമാക്കപ്പെട്ട ഏതാനും മുടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം എന്റെ മനസ്സിനുള്ളിൽ കലശലായി. എന്റെ മനസ്സിന്റെ ഉള്ളിലെ ആഗ്രഹം നേരിട്ട് മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതുക്കെ അവിടുത്തെ പുണ്യമായ കരം കൊണ്ട് താടിയിൽ തടവുകയാണ്. താടിയിൽ തടഞ്ഞതിന് ശേഷം ആ കൈകളിൽ പറ്റിയ 2 കെട്ട് മുടിയെടുത്ത് എനിക്ക് തന്നു. മോനെ ഇതെടുത്തോ എന്ന് പറഞ്ഞു. ഞാനത് വാങ്ങുമ്പോഴേക്ക് എന്റെ കലശലായ അസുഖം അപ്പാടെ സുഖപ്പെടുകയുണ്ടായി. ഞാൻ ഉണർന്നു. ഞാൻ എന്റെ കൂടെയുള്ളവരെ വിളിച്ചു വരുത്തി അവരോട് ലൈറ്റ് ഇടാൻ പറഞ്ഞു. ലൈറ്റ് ഇട്ടതിന് ശേഷം 2 മുടി എവിടെയാണെന്ന് തെരഞ്ഞു കണ്ടുപിടിക്കാൻ പറഞ്ഞു. പക്ഷേ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ കണ്ടില്ല. എനിക്ക് വല്ലാത്ത വേദന തോന്നി. ആ മുടി നഷ്ടപ്പെട്ടോ? പെട്ടെന്നതാ എനിക്ക് വീണ്ടും കുറച്ചു സമയം ബോധം നഷ്ടപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും എന്റെ അടുത്ത് വരികയാണ്. بعد ذلك صحوت فأخذت الشعرتين المباركتين
الصحتين بكل احترام وتقدير، وذهبت عني الحمى على الفور وما كنت أشتكي منه، وعادت العافية لي وأصبحت في كمال الصحة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, മോനെ ആ മുടി നഷ്ടപ്പെട്ടു എന്ന് നീ പേടിക്കണ്ട, വെച്ച സ്ഥലം മറന്നുപോയതാണ്. നിന്റെ തലയുടെ തൊട്ടടുത്ത് ആ 2 മുടികളുണ്ട്, നീ എഴുന്നേറ്റ് നോക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണരുകയും അങ്ങനെ തെരഞ്ഞു നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ തലയുടെ വക്കിലായി ആ 2 മുടി കഷ്ണങ്ങൾ അവിടെ കിട്ടുകയും ചെയ്തു. അത് കയ്യിൽ പിടിക്കേണ്ട താമസം എന്റെ പനി അപ്പാടെ പോയി. അതിനുശേഷം എന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് അതുപോലത്തെ ഒരസുഖം പോലും ഉണ്ടായിട്ടില്ല. يقول الشيخ ولي الله الدهلوي بأن والده قسم ميراثه في حياته وأعطاه واحدة من الشعرتين المباركتين، فلله الحمد على ذلك وله الشكر. انظر الدر الثمين في مبشرات النبي الأمين صلى الله عليه وآله وصحبه وسلم. ഹദീസ് പണ്ഡിതനായ വലിയുദ്ദീൻ ദഹ്ലവി തന്റെ പിതാവായ അബ്ദുറഹീം ദഹ്ലവിയെ സംബന്ധിച്ച് വീണ്ടും പറയുകയാണ്, തന്റെ പിതാവ് ജീവിതകാലത്ത് തന്റെ സ്വത്ത് മുഴുവൻ മക്കൾക്ക് വീതിച്ചു കൊടുത്തയാളായിരുന്നു. ആ സ്വത്ത് വീതിച്ചു കൊടുത്തപ്പോൾ അന്ന് അല്ലാഹുവിന്റെ റസൂൽ ഉറക്കത്തിൽ വന്നു കൊടുത്ത ആ മുടികളില്ലേ, ആ 2 മുടികൾ തന്റെ മക്കൾക്ക് വീതിച്ചു കൊടുത്തപ്പോൾ അതിൽപ്പെട്ട ഒരു മുടി എനിക്ക് ലഭിച്ചു. അതിന്റെ പേരിലാണ് ഞാൻ അല്ലാഹുവിനോട് ഏറ്റവും കടപ്പാടുള്ള ആള്, ശുക്ർ ചെയ്യാൻ ബാധ്യസ്ഥനെന്ന് മനസ്സിലാക്കുന്നു. ഇത് ഇന്ത്യയിലെ പ്രസിദ്ധ പണ്ഡിതനായ വലിയുല്ലാഹി ദഹ്ലവി അദ്ദുർറുസമീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. مما سبق يتبين أن الآثار النبوية هي من الذخائر العظيمة التي تناقلتها الأجيال جيلا بعد جيل مع الشهادة والاشتهار عبر الأزمنة المختلفة. وتذكرت قول أنس بن مالك في وصف لهفة الصحابة على اقتناء شعر النبي صلى الله عليه وسلم بقوله: والحلاق يحلق والصحابة حوله فما يريدون أن تقع شعرة إلا في يد رجل منهم. മുസ്ലിം ലോകം തിരുശേഷിപ്പുകളെ എത്രമാത്രം ആദരവോടും ബഹുമാനത്തോടും ഗൗരവത്തോടും കൂടിയായിരുന്നു കട്ടിയുണ്ടത് എന്ന കാര്യം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അല്ലെങ്കിലും സ്വഹാബാക്കൾ തന്നെ തിരുശേഷിപ്പുകളോട് കാണിച്ച സമീപനം എന്തായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു നമുക്ക് വിശദീകരിച്ചു തന്നില്ലേ. മുടി കളയുമ്പോൾ ഓരോറ്റ മുടി പോലും തങ്ങളുടെ കയ്യിലല്ലാതെ പുറത്തു വീഴരുത് എന്ന വാശിയിലായിരുന്നു ആ മാതൃകാ പുരുഷന്മാരായ സ്വഹാബാക്കൾ എങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം സമൂഹം ഈ മുടിയോട് ഏത് രീതിയിലാണ് പെരുമാറേണ്ടത് എന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. وصلنا هذا الحديث ووصلتنا أحاديث أخرى، وهناك أحاديث كثر في بركة الآثار الشريفة، ولكن لم يصلنا أنهم فرطوا في شعره وآثاره أو أنها ضاعت عليهم في البر والبحر. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നമുക്ക് ലഭിച്ചു, അതേപോലെ തന്നെ മറ്റു പലതും ലഭിച്ചു. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോതിരത്തെ പറ്റി പറഞ്ഞപ്പോൾ അത് കിണറിൽ വീണിരുന്നു എന്ന് കണ്ടു, പല്ലിൽ വീണുപോയിരുന്നു എന്ന് കണ്ടു. പക്ഷേ ഏതെങ്കിലും ഒരു മുടി നഷ്ടപ്പെട്ടു എന്ന് ഏതെങ്കിലും ഒരു ഹദീസ് ഗ്രന്ഥത്തിലോ ചരിത്ര ഗ്രന്ഥത്തിലോ എവിടെയും കാണാൻ സാധ്യമല്ല. وصلنا سقوط خاتمه صلى الله عليه وسلم في البئر في خلافة سيدنا عثمان بن عفان رضي الله عنه. وصلنا سقوط قلنسوة خالد بن الوليد. وصلنا خبر قلامة الأظافر التي أوصى بها معاوية بوضعها في فمه عند وفاته رضي الله عنه. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പ്രവാചകരുടെ പുണ്യമായ മോതിരം കിണറിൽ വീണിരുന്നു എന്നും അതേപോലെ തന്നെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു തലയിൽ ധരിച്ചിരുന്ന തൊപ്പി താഴെ വീണിരുന്നു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഖങ്ങളിൽ നിന്ന് ചിലത് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൈവശമുണ്ടായിരുന്നു എന്നും മരണത്തിന്റെ സമയത്ത് തന്റെ കൂടെയുള്ള കുടുംബക്കാരോട് അദ്ദേഹം വസിയ്യത്ത് ചെയ്തത് തന്നെ മറവ് ചെയ്യുമ്പോൾ തന്റെ വായിൽ ആ നഖത്തിൽ നിന്നൊരംശം തബറുക്കിന് വേണ്ടി വെക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്.
وصلتنا هذه الأخبار، ولكن لم يصلنا خبر ضياع الشعر الشريف الذي تسابق الصحابة رضوان الله عليهم لأخذه. لم يصلنا خبر أنهم أضاعوه أو فقدوه في بر أو بحر، ولا نعرف أسماءهم وكم كان نصيب كل واحد منهم. ഏതെങ്കിലും ഒരു മുടി ആരെങ്കിലും നഷ്ടപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെട്ടു എന്നോ കടലിലോ കരയിലോ പാഴായിപ്പോയോ എന്നോ ഇതുവരെ നമുക്ക് എവിടെയും കാണാൻ പറ്റിയിട്ടില്ല. മറിച്ച് ഒരുപാട് സഹാബാക്കളുടെ അടുക്കൽ ഒരുപാട് മുടികൾ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് ലഭിച്ച എല്ലാ രേഖകളും വ്യക്തമാക്കുന്നത്. كما أنه لم يصلنا خبر أن من ورثوه ذلك الشعر الشريف فرط به، والخبر والحديث الذي قرأناه سابقا من تخصيص النبي صلى الله عليه وسلم الشق الأيمن لأم سليم الخزرجية وصلنا، ولكن لم يصلنا أن أم سليم رضي الله عنها فرطت في ذلك الشق العظيم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അത് മറ്റുള്ളവർക്ക് വിധിച്ചു കൊടുത്തു എന്നാണ് നമ്മൾ എല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കിയത്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ആ മുടികൾ എന്ത് ചെയ്തു എന്നത് അത് നഷ്ടപ്പെടുത്തി എന്ന് ആ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടേയില്ല. ووصلنا من الأسانيد أن ذلك الشق تناقلته الأنصار في بيوتهم كابرا عن كابر حتى انتقل في عهد ما إلى سيدنا الغوث الأعظم عبد القادر الجيلاني قدس الله سره. മറിച്ച് പരമ്പരാഗതമായി മുസ്ലിം സമൂഹം കൈവശമുള്ളവർ തങ്ങളുടെ പിന്തലമുറക്ക് കൈമാറി വന്നതാണ് എന്നും ആ രീതിയിലാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ പക്കൽ ആ മുടികൾ എത്തിച്ചേർന്നത് എന്നുമാണ് നാം ചരിത്രത്തിൽ പഠിച്ചത്. ثم انتقل في ذريته إلى أن أذن الله جل وعلا بعودته لبيوت الخزرج وشرفنا بحفظه، فهو درة الخزانة الخزرجية للآثار النبوية. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് ഖസ്റജി കുടുംബക്കാരായ ഞങ്ങളുടെ കുടുംബത്തിൽ ആ വിശേഷിപ്പുകൾ എത്തിച്ചേർന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതേ വളരെ വലിയ മഹാഭാഗ്യമാണ് അത് മുഖേന ഞങ്ങൾക്ക് കൈവന്നത്. إن حفظ الذخائر كحفظ الشرع الشريف كابر عن كابر بالإجازات والأسانيد لا بالأماني والتهيؤات. പരമ്പരാഗതമായി അതിന് വേണ്ട രൂപത്തിലുള്ള എല്ലാ സംരക്ഷണത്തോടും കൂടി ഞങ്ങൾ കൈമാറിപ്പോവുകയും സൂക്ഷിച്ചു വരികയും ചെയ്യുകയാണ്. ولا ينافي الحقيقة إنكار حاسد أو جاهل أو طالب دنيا أو شهرة. ഏതെങ്കിലും വിവരമില്ലാത്തവരോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു രോഗം ബാധിച്ചവരോ വല്ല അസൂയാലുക്കളോ ഏതെങ്കിലും തിരുശേഷിപ്പിനെ എതിർത്തു എന്നതുകൊണ്ട് അത് സത്യത്തെ മൂടിവെക്കാൻ പറ്റിയതല്ല, അത് ആ വസ്തുതയില്ല എന്നതിന് തെളിവല്ല എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. في ختام كلمتي أتوجه بالشكر الجزيل لفضيلة الشيخ أبو بكر أحمد أبو الأيتام والفقراء الذي أفنى شبابه، هو ما زال شاب ولكن أفنى ما مضى من شبابه في نشر العلم وتربية الأيتام، وأهنئه بهذا الصرح العظيم وبهذه القلوب المباركة التي اجتمعت له، فهنيئا لكم به وهنيئا له بكم وهنيئا لنا بكم أجمعين، والسلام عليكم ورحمة الله تعالى وبركاته. ഈ അവസരത്തിൽ നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഖബറുൽ അബുൽ ഐതാം തഹദൗൽ ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അവർക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ജീവിതകാലം മുഴുവൻ അല്ല ഇനിയും ഒരുപാട് കാലം ജീവിക്കുമാറാവട്ടെ. തന്റെ ജീവിതം മുഴുവൻ അനാഥകൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത്രയും വിശ്വാസി സമൂഹം അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അതെ, ഈ നേതാവിന്റെ അനുയായികളായത് നിങ്ങളെ സംബന്ധിച്ച് മഹാഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. ഇതിലെ മറുപുറത്തിന് പോലത്തൊരു ഭാഗ്യം കിട്ടുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ വലിയ ഭാഗ്യം മുറുകെ പിടിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശിലാസ്ഥാപനത്തിനു ശേഷം മഗ്രിബ് നിസ്കാരത്തിനായി നേതാക്കളും സദസ്യരും അണിയൊപ്പിച്ചു നിന്നു.
നഗരം കണ്ട ഏറ്റവും വലിയ മഗ്രിബ് നിസ്കാരത്തിന് മർക്കസ് മസ്ജിദ് ഇമാം അബ്ദുർ റഊഫ് സഖാഫി നേതൃത്വം നൽകി. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير മുൻ കേന്ദ്രമന്ത്രി ജനാബ് CM ഇബ്രാഹിം സാഹിബ്. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده صلوا على رسول الكريم. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. ഞാൻ കേന്ദ്രത്തിൽ രണ്ടാമത്തെ സ്ഥാനത്തിൽ മന്ത്രിയായവർക്കും കൂടി ഈ സന്തോഷമില്ല, അത് അല്ലാഹുവാണ്. ഞാൻ 5 കൊല്ലം മുമ്പ് മർക്കസ് സഖാഫത്ത് സുന്നിയ കോൺഫറൻസിൽ അന്ന് ഡിക്ലെയർ ചെയ്തു, ഏറ്റവും വലിയ പള്ളി കോഴിക്കോട് വേണം, അത് താജുൽ ഉലമ അതിന്റെ സ്ഥിരാസ്ഥാപനം നിറവേറിക്കണം എന്നുള്ള ഡിക്ലെയർ അന്ന് ചെയ്തതാണ്. ഉസ്താദ് ഉടനെ പറഞ്ഞ്, കുറെ കൊല്ലങ്ങളായി എനിക്ക് മനസ്സിൽ ആശയുണ്ട്, പക്ഷെ അതിനെ പറ്റിയ ആൾക്കാർ കിട്ടണല്ലോ. ഉസ്താദിനോട് ഞാൻ അന്ന് പറഞ്ഞു, ദുബൈയിലെ ഷേഖന്മാർ വേണ്ട, വടൂർ ഷേഖിന്റെ ആൾക്കാർ ഇന്നും ഹയാത്തുണ്ട്. ഇൻഷാ അല്ലാഹ് അന്ന് ഞാൻ സങ്കല്പിച്ചതാണ് ഈ പള്ളിക്ക് വേണ്ടിയിട്ട്. അൽഹംദുലില്ലാഹ് എന്റെ ഉമ്മ സുഖയില്ല, ആശുപത്രിയിലാണ്. ഉമ്മാന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ദുആയിക്കണം. ഇൻഷാ അല്ലാഹ് ഫസ്റ്റ് തുകയായി 5 കോടി രൂപ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ഈ ഉസ്താദേ, നിങ്ങളെ ചിന്തിക്കേണ്ടത് വേണ്ട, സുന്നത്ത് ജമാഅത്തിന്റെ ഓരോ നബികളും താജുൽ ഉലമ ഈ സാദാത്തുകളെ ശക്തിയില്ലാത്ത ആൾക്കാരാണോ? ഒരു ദുആ ചെയ്താൽ 100 കോടി കിട്ടും. പക്ഷെ എല്ലാവർക്കും ഇതിന്റെ ബർക്കത്ത് കിട്ടട്ടെ. ഒരു സാധാരണക്കാരന് 1 രൂപ കൊടുക്കുന്നവനും 1 കോടി കൊടുക്കുന്നവനും അവന്റെ മഹബത്താണ് വലുത്, അവന്റെ തഖ്വയാണ് ഏറ്റവും വലുത്, പൈസ വലുതല്ല എന്ന് കരുതി ഇന്ന് ഇതിന്റെ സ്ഥിരം. മറ്റവരോട് ഞാൻ ചോദിക്കട്ടെ, എടോ പള്ളിയുടെ സ്ഥലം എവിടെയാന്ന് അറിയാണ്ട് ശിലാസ്ഥാപനം ചെയ്ത് ഒരു തങ്ങളോടും മൊയിലാറും കൂടി ഇത്ര ചെയ്ത് ഇങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പറ്റുമോ? ഇത് എന്തുകൊണ്ട്? ആ മുഹബ്ബത്ത് താജുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള സാദാത്തുകൾ AT ഉസ്താദവന് ആ പരിശ്രമം ഇന്ന് നിങ്ങൾക്ക് ഇനി അറിയണം. അബൂജഹലിനെ കിട്ടാത്തത് നിങ്ങൾക്ക് കിട്ടുമോ? ഹസരത്ത് സംസാരിച്ചതിന് ശേഷം ഇനി സംസാരിക്കേണ്ടത് ആവശ്യമില്ല. അയാൾ സംസാരിച്ചതല്ല, എടുത്തും പലത്തും ചവിട്ടിയിട്ടാ പറഞ്ഞതുപോലെ വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്തെങ്കിലും തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. എന്തെങ്കിലും നിൽക്കൂല, ഒരു പള്ളിയില്ല. ഇൻഷാ അല്ലാഹ് ഇനി മലപ്പുറത്തും കയറൂ, കണ്ണൂരിലുണ്ടാവൂ. ഇനി പള്ളികൾ നിർമ്മിക്കുന്ന കാലം തുടങ്ങിപ്പോയി. ഇൻഷാ അല്ലാഹ് അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആസാർ മുബാറക്കിന്റെ ബർക്കത്ത് ഇൻഷാ അല്ലാഹ് കേരളത്തിലുള്ള ജനങ്ങൾ ഇന്ന് രാവിലെ 7 മണി മുതൽ പിടിച്ച് 4 മണി വരെ ആയിരക്കണക്കിന് ആൾക്കാർ ലൈനിൽ നിന്ന്
ആ വെയിലും കൊണ്ട് എവിടുന്നാ വന്ന ആൾക്കാർ. ഇവര് ഈ മൈതാനത്ത് കോഴിക്കോട് ചരിത്രത്തിൽ ഇത്ര ജനങ്ങൾ ചേർന്നിട്ടുണ്ടാവില്ല. അൽഹംദുലില്ലാഹ് ഇന്ന് ആ ചരിത്രം കാന്തപുരം ഉസ്താദ് അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. വർത്താനം പറയാൻ സാധിക്കാത്ത താജുലുള്ളവ നിങ്ങൾ പറഞ്ഞാൽ 10 കോടിയല്ല 40 അല്ല 400 കോടി നിങ്ങൾ കാരുടെ മുമ്പിൽ വന്ന് ചേരാനുള്ള ഈ നാട്ടിലുണ്ട് എന്നുള്ള ഉറപ്പ് അത് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. സുന്നത്ത് ജമാഅത്തിന്റെ ഇന്ന് മുജാഹിദോ മറ്റേ ജമാഅത്തോ പറഞ്ഞോട്ടെ, കാരണം അത് പറയുന്ന വിഭാഗം ഹിദായത്തില്ലാത്തത്. പക്ഷെ നിങ്ങൾ ഹിദായത്തുള്ള നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ഇതല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പിന്നിൽ ആരാളുള്ളതെന്ന് അറിയാം. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ തലക്കെട്ടുകാര് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളെ ഇറക്കാൻ പറ്റില്ല, കസാലത്തിന്റെ മുകളിൽ കേൾക്കാനും പറ്റൂ, ഇറക്കാനും പറ്റൂ. ആ ശക്തി താരങ്ങളുണ്ട്, അനുഭവമായിട്ടില്ലേ. ഞങ്ങൾ ആരും എതിർക്കുന്നവരല്ല. സമസ്തക്കോ സുന്നത്തിന്റെ വായിക്കുന്ന ഒരു പാർട്ടിയില്ല. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ലീഗായാലും എല്ലാം ഒന്നല്ലേ. ഇവിടെ കസാലക്ക് വേണ്ടിയിട്ട് മസാല പറയുന്ന ഒരു വിഭാഗമല്ല സുന്നത്തിന്റെ വായി. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടോ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ഓരോ സാധുവായ മനുഷ്യൻ 10 രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കാത്ത മനുഷ്യൻ വിശന്നിട്ടാണ് ഇന്ന് ഷായ മുബാറക്കിന് സിയാറത്ത് ചെയ്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഷായ മുബാറക്കിന്റെ ബർക്കത്ത് എന്താണ്? 15 കൊല്ലം മുമ്പ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഞാൻ മന്ത്രിയാകുന്ന മുമ്പ് ജാമിയ മസ്ജിദിന്റെ ഇമാമായിരുന്ന ജുനൈദി സാബ് റഹ്മത്തുള്ളാഹി അലൈഹി അയാൾ മരണപ്പെട്ടുപോയി. ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, 2 വയസ്സായ സയ്യിദിമാരായ സ്ത്രീകളുണ്ട്, അവരെടുത്ത് ഷായ മുബാറക്കുണ്ട്, അവർക്ക് സന്താനമില്ല, കുട്ടികളില്ല, അതുകൊണ്ട് അവർ ഈ ഷായ മുബാറക്ക് ഏൽപ്പിക്കണമെന്നുണ്ട്. CM ഇബ്രാഹിമെ, നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സാദാത്യങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്, നിങ്ങൾക്ക് ഇതാ ഈ ഷായ മുബാറക്ക് കൊടുക്കുന്നു. 16 കൊല്ലമായി എല്ലാ റബീഉൽ അവ്വൽ 12-ാം തീയതി ഭദ്രാവതി വീട്ടിൽ വെച്ചിട്ട് സിയാറത്ത് നടത്താറുണ്ട്. ഈന് നിങ്ങൾ സനത് കേൾക്കുന്നോ? ഇഷ്കിന് ഉണ്ടായോ സനത്? ഇനിയിപ്പോ നിങ്ങൾ വെല്ലുപ്പാപ്പാന്റെ നിന്നിട്ട് പറഞ്ഞത് ഹസരച്ച് ഇനി പോണോ? ഇത് USA, മലേഷ്യ, ശ്രീലങ്ക മർക്കസിലേക്ക് എവിടുന്ന വരാനുള്ള ജനങ്ങൾ? എവിടുന്ന ബാക്കിയുള്ള? ഇവർക്ക് കൊണ്ടോട്ടി പേരാമറത്തുന്ന ആൾക്കാരെ കൊണ്ടുവരാൻ സാധിക്കാത്തത് നിങ്ങളാണ്. ഇനി ലോകത്തിന് മുമ്പ് ജനങ്ങൾ വന്നാലും അല്ലാഹു തആല നിങ്ങൾക്ക് ഹിദായത്ത് കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖമുണ്ട്. അതുകൊണ്ട് അതാ ഇക്ബാൽ ബോംബെയിൽ അയാൾ പറയൂ, ഇവരങ്ങ് പോട്ടെ, എല്ലാത്തിനും പിടിച്ച് ഉള്ളിലിടും, കംപ്ലൈന്റ് കൊടുത്ത് കഴിഞ്ഞാണ് ബോംബെയിൽ. ജാമീൻ കൊടുത്തിട്ടാണ് ഷെയർ കിട്ടിയത്. ഓര് കുടുങ്ങിപ്പോയാണ്. 3 ദിവസമായിട്ട് ഞാൻ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒന്നിനും കൂടെ ഇല്ല, പിടിച്ചതിന് ഉള്ളിലിടാൻ പറഞ്ഞു. ഈ അന്യ സമുദായക്കാരിനെ എതിർത്തിട്ടില്ല, ഹിന്ദുക്കളെ പള്ളിക്ക് എതിർത്തിട്ടില്ല. പക്ഷെ മുസ്ലിം സമുദായത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പേരും പറഞ്ഞ് എതിർക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ തൗബ ചെയ്യുക, അല്ലെങ്കിൽ ആഖിറത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി